മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ അലയൊലികൾ തുടരുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പേരുകളില്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല എന്നുള്ളതല്ല. അതിനുശേഷം ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന ഇത്തരം അതിക്രമങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പലരാണ് തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നത്. നമ്മൾ എത്രയോ പേരെ ഇതിനകം കണ്ടിരിക്കുന്നു. നമ്മളോടൊപ്പം മലയാള സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു നടി ചേരുകയാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല. നമ്മളോടൊപ്പം അവർ ചേരുകയാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കുട്ടിക്ക് കേൾക്കാമെങ്കിൽ എന്തു കാര്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും കുറച്ച് ധൈര്യവും ശക്തിയും നമ്മുടെ കൂടെ ആളുണ്ട് എന്നുള്ളൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചാണ് എനിക്കും ഇപ്പോ ഇതിൽ വരാൻ സാധിച്ചത്. അതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മളുടെ അമ്മയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മിസ്റ്റർ നടൻ ബാബുരാജ് എത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് എനിക്കിതിൽ വരാൻ ഒരു താല്പര്യം തോന്നിയത്. എന്ന് വെച്ചാല് അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നടൻ ബാബുരാജിനെ പറ്റി നമുക്ക് പരസ്യമായ രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത്. എന്തെന്ന് വെച്ചാല് നമ്മളെ ഒരു ബ്രദർലി ആയിട്ടും ഒരു ഫാദർലി അപ്രോച്ച് ഒക്കെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമയിൽ വരാനുള്ള എന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു. അതുപോലെ ഈ നാടക രംഗത്തൊക്കെ സ്കൂൾ കലോത്സവ കാലങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചതിനെ തുടർന്നും നമുക്ക് സിനിമയിൽ എത്തിയാൽ നല്ലൊരു കരിയർ കിട്ടും, അല്ലെങ്കിൽ ഒരു ഉന്നത നിലയിൽ എത്താം, സാമ്പത്തികമായും അല്ലാതെയും ഫെയിം ആകും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്, മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു, സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ വീട്ടില് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ, കൺട്രോളർ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമായൊരു റോള് കണ്ടെത്താം എന്ന് പറയുകയും, അപ്പൊ അദ്ദേഹത്തോടുള്ള വിശ്വാസത കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കുറച്ച് തിരക്കാണ്, അല്പസമയത്തിന് ശേഷം എത്തും, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ താഴെയുള്ള ഒരു റൂമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വന്ന് ഡോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും അതിനുശേഷം റൂമിലേക്ക് കയറുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം. ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമമൊന്നും കാണത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ രൂപം തനിനിറം വന്നത്, മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ്. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദൂരെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വിഷയങ്ങളൊക്കെ മെന്റലി ഷോക്ക്. ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് സപ്പോർട്ടിനൊന്നും ഒരാൾ പോലും ഇല്ലാത്തൊരു കാലാണ്. അങ്ങനെ എൻ്റെ പൈസയും ഇല്ല. അപ്പൊ അവിടെ വന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല, തനിക്ക് വീട്ടിൽ പോകാനുള്ള കാര്യം, ഇത്രയും ഒരു പാവപ്പെട്ട ഒരു കുട്ടിയല്ലേ, നമ്മൾ സഹായിക്കാം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് എനിക്ക് പോരാൻ സാധിച്ചത്. ആ വിഷമത്തില് പിന്നീട് ആ ആളുമായിട്ട് കുറെ വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞ ആള് മറ്റു പല പെൺകുട്ടികൾക്കും വിഷമങ്ങളും പ്രശ്നങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആരിപ്പം വിവാഹം കഴിഞ്ഞ് പോയ കുട്ടികളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറാവില്ലല്ലോ. പിന്നെ വാട്സപ്പ് ചാറ്റുകളും അങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചപ്പോ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇദ്ദേഹം ഒരിക്കലും യോഗ്യനല്ല എന്ന് വെളിപ്പെടുത്താനാണ് ഞാൻ ഇപ്പോ വന്നത്. അതുപോലെ തന്നെ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചപ്പോൾ നടൻ ബാബുരാജിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം അമ്മ അനാഥമാകില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കേട്ടിരുന്നില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അമ്മ എന്നതൊരു മഹത്തായ ഒരു നമ്മളുടെ സിനിമയുടെ ഒരു സംഘടനയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപമാണല്ലോ. കല എന്നാൽ വിശുദ്ധമായ ഒരു
സംഭവമാണ്. കലയെ നമ്മൾ കളങ്കപ്പെടുത്താതെ അതിനെ മനോഹരമായ രീതിയിൽ എല്ലാവരെയും സ്ത്രീ പുരുഷന്മാരെ ഒത്തൊരുമയോടെ ഒരു സഹോദരി സഹോദരന്മാർ അവർക്കൊരു പ്രശ്നം വന്ന് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന സംഘടനയായി മാറണം. അല്ലാതെ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യുകയോ അവരെ മോശപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീയെ ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ സംഘടനയായ ഒരു പ്രമുഖ മേഖലയായി സിനിമ മാറിയതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇതിൽ നിന്ന് മാറണം. ഈ സംഘടന എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന മേഖലയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീയെ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് മാറി എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോയി നമ്മളുടെ ഈ ഒരു സംരംഭത്തെ ഉന്നത നിലയിൽ എത്തിക്കുകയാണ് അമ്മ എന്ന സംഘടന ഇനി ചെയ്യേണ്ടത്. ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും കഴിവുള്ള എത്രയോ പെൺകുട്ടികൾ ഇതിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിഷയം കാരണം അവർക്കൊന്നും ആകാൻ പറ്റുന്നില്ല. പല സ്വപ്നങ്ങളുമുണ്ട്. ഇങ്ങനെയൊരു സ്ത്രീ ചൂഷണം ഇല്ലാത്ത മേഖലയാണ് സിനിമയെങ്കിൽ എത്രയോ കഴിവുള്ള കുട്ടികൾ, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഇവരുടെ ചോദ്യം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ? അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ എന്ത് സംഭവം നിങ്ങൾക്ക് തരാം. മെയിൻ നായികയാണോ? തരാം. ഇതൊക്കെ ഞാൻ അനുഭവിച്ചൊരു കുട്ടിയാണ്. നമ്മളെ വെറും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന എനിക്ക് ദുൽഖർ സൽമാന്റെയും പ്രണവ് മോഹൻലാലിന്റെയും ഒക്കെ കൂടെ നായികയാക്കാം എന്ന് പറഞ്ഞ് കഥ പറയുകയും എന്നെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ നല്ല ശക്തമായി പ്രതികരിച്ച ഒരു കുട്ടി കൂടിയാണ്. ഓക്കെ, അപ്പോ അമ്മ എന്ന സംഘടന പെൺകുട്ടികളെ ചൂഷണം ചെയ്യപ്പെടാത്ത ഒരു രീതിയിലേക്ക് മാറുകയും ഈ സംഘടന സിനിമയുടെ തനതായ നല്ല നിലയിൽ എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയായി മാറണം. ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ആദ്യമേ ഈ സ്ത്രീ ചൂഷണം ഇല്ലാതാക്കുക, അവര് തന്നെ സ്വയം മാറുക. അല്ലെങ്കിൽ ഒരിക്കലും സ്ത്രീയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വരണം എന്നാണ് എന്റെ അഭിപ്രായം. ഈ പരാതി സിനിമാ മേഖലയിൽ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ബാബുരാജ് ഇങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളൊരു കാര്യം? സിനിമാ മേഖലയിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അതിൽ പ്രയോജനമില്ല. കാരണം ഇതിൽ എല്ലാവരും അല്ല, കൂടുതൽ ആളുകളും സ്ത്രീയെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഫീൽഡാണ്. ഇപ്പൊ നടന്മാരെന്നല്ല, കൺട്രോളർ, കാസ്റ്റിംഗ്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാവരും മിക്കവരും ഇങ്ങനെയുള്ളവരാണ്. അവരോട് പണ്ട് ഒരു കാര്യമില്ല. അവര് പറയും മറ്റു രീതിയിൽ അവരതിനെ പ്രതികരിക്കുള്ളൂ. പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായ കുറെ വിഷയങ്ങൾ നമ്മളുടെ ശശിധരൻ സാർ ഇപ്പം മലപ്പുറം SP ആണ്. ഞാൻ പറയുന്ന സമയത്ത് അദ്ദേഹം എറണാകുളം DCP ആണ്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു. എന്നോട് കൂടി പരിപൂർണ സപ്പോർട്ടോട് കൂടി ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും സിനിമാ മേഖലയിലും അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്ന കുറെ ഏജൻസികൾ, അതായത് പെൺകുട്ടികളെ കൊണ്ടെത്തിക്കാൻ നിലകൊള്ളുന്ന ഏജന്റുമാരും അതുപോലെ ഈ സിനിമാ മേഖലയിൽ വന്ന് സെക്ഷലി അബ്യൂസ് ആയ പല പെൺകുട്ടികളും സെക്സ് റാക്കറ്റിലേക്ക് എറണാകുളത്ത് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തില് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ വിഷയങ്ങളും ഞാൻ SP സാറുമായിട്ട് സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതിനെതിരെ ഈ സമൂഹത്തിന് നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ എത്തിക്കുകയും പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതിനായി ഞാൻ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. പരാതിപ്പെട്ടാൽ നമുക്കതിന് അന്വേഷണം നടത്താം. പക്ഷെ എന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നാട്ടിലുള്ള ഒരാളല്ല. ഹസ്ബൻഡ് ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അസൗകര്യം ഉള്ളത് കൊണ്ട് ഞാൻ അതിന് പരാതി കൊടുത്തില്ല. ഇനിയാണെങ്കിലും പോലീസ് എന്നെ ബന്ധപ്പെട്ടാല് എല്ലാ രഹസ്യമൊഴികളായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എറണാകുളത്തെ സെക്സ് റാക്കറ്റ്, പിന്നെ സിനിമാ മേഖലയിൽ ഈ സ്ത്രീ ചൂഷണം മാത്രമല്ല, മയക്കുമരുന്ന്, എല്ലാ വിഷയങ്ങളും നടക്കുന്ന ഒരു മേഖലയാണ്. അതിനെപ്പറ്റിയൊക്കെ പറയാൻ ഞാൻ തയ്യാറാണ്. രഹസ്യമൊഴി എനിക്ക് പരാതി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.